യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ DNA പറ്റിയിട്ടൊക്കെ പറഞ്ഞു, ജീനുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയതായിരുന്നു. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു. +1 +2 ഒക്കെ തന്നെ അത്യാവശ്യം വലിയൊരു ടോപ്പിക്ക് തന്നെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. +1 +2 ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ഇതിനെ കുറിച്ചിട്ട്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജീനുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യം, നമ്മൾ പറയില്ലേ ഹെറിഡിറ്റി, ഒരു അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രത്യേകതകൾ മക്കൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഇനി അതേപോലെയല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വ്യതിയാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജീനുകളെ കുറിച്ചിട്ടും പാരമ്പര്യത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വ്യതിയാനത്തെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്, ഈ ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ജീൻ, ഹെറിഡിറ്റി ആൻഡ് വാരിയേഷൻസ്. ഓക്കെ, അപ്പോൾ ഗ്രിഗർ ജോൺ മെന്റൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1722 ജനനം, 1884 മരണപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോഹാൻ മെന്റലാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് പയറ് ചെടികളിലാണ് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. എന്ത് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്? വർഗ സങ്കരണ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിലൂടെ ഈ പറയുന്ന എക്സ്പെരിമെന്റുകൾ നടത്തിയതിലൂടെ അദ്ദേഹം കുറെ നിഗമനങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ഇൻഫറൻസസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ജനിതക ശാസ്ത്രത്തിന് അടിത്തറ, ഒരു ബേസ് ആയിട്ട് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു ജീനുകൾ, പാരമ്പര്യം അല്ലെങ്കിൽ വ്യതിയാനം ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്ര ശാഖയാണ്, ഒരു പഠന ശാസ്ത്രശാഖയാണെന്ന് പറയുന്നത് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഫാദർ എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോഹാൻ മെന്റലാണ്. എന്ത് ചെടികളിലാണ് പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്? പയർ ചെടികളിലാണ്, തോട്ടപ്പയർ ചെടി എന്നാണ് പറയുക, ഗാർഡൻ പീ, അതിലാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പരീക്ഷണം എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1856 മുതലാണ് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് പറയാം. ഫ്രം 1856 ടു 1863, 56 മുതൽ 63 വരെ, 56 തന്നെ 57, 58, 59, 60, 61, 62, 7 വർഷം. ഈ ഗ്രിഗർ ജോഹാൻ മെന്റലിന്റെ ലൈഫിൽ ഈ 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 7 വർഷത്തോളമാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ 7 എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തോട്ടപ്പയർ ചെടി അല്ലെങ്കിൽ അതിന്റെ സയന്റിഫിക് നെയിമാണ് പൈസം സറ്റൈവം എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പയർ ചെടികളൊക്കെ വളർത്തിയിട്ട് പ്ലാന്റ്സ് ഫോർ ഹിസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് പയർ ചെടികളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ വർഗ സങ്കരണ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്താനായിട്ട് അപ്പോൾ നോക്കിയേ, മെന്റൽ ഫോക്കസ് ഓൺ 7 സ്പെസിഫിക് ക്യാരക്ടേഴ്സ്, 7 പ്രത്യേകം ക്യാരക്ടേഴ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിനായിട്ട് അദ്ദേഹം 7 വർഷക്കാലമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 7 പ്രത്യേക ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം പരീക്ഷണങ്ങൾക്ക് ആധാരമാക്കിയിട്ട് അടിസ്ഥാനമാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് പറയുന്നത് സോ മെന്റൽ ഫോക്കസ് ഓൺ 7 സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് കൺട്രോൾസ് ഈച്ച് ക്യാരക്ടർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓരോ ക്യാരക്ടറും കൺട്രോൾ ചെയ്യുന്നത് ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഒരു ജോഡി ഫാക്ടറുകളാണ്, ഘടകങ്ങളാണ് പറഞ്ഞിട്ട്. അന്ന് അദ്ദേഹം ഘടകങ്ങൾ, ഇന്ന് നമ്മൾ ജീന്, ക്രോമസോം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അന്ന് അദ്ദേഹം ഘടകങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, 7 പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നും ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഒരു ജോഡി ഘടകങ്ങൾ അല്ലെങ്കിൽ ജീനുകൾ. ഇന്നാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ഇതിന്റെ പേര് ജീൻ എന്നാണ് എന്നുള്ളൊരു അതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഘടകങ്ങൾ എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇന്നാണ് നമ്മളതിനെ ജീൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹം കുറെ പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, കുറെ സിംബലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നോക്കുകയുള്ളൂ. 1865 ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു. എന്തൊക്കെയാണ് അവതരിപ്പിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. സസ്യ സങ്കരണങ്ങളെ കുറിച്ച്, പ്ലാന്റിന്റെ ഹൈബ്രിഡൈസേഷനെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്നുള്ള പേരിൽ അദ്ദേഹം കുറെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ
എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്യപ്പെട്ടു, അവഗണിക്കപ്പെട്ടു. അങ്ങനെ 1784 ഗ്രിഗർ മെന്റൽ അന്തരിച്ചു. ഓക്കെ, 1784 അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് 1900 ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ഷെർമാർക്ക് എന്നിവർ ഈ പാരമ്പര്യ പ്രേഷണ നിയമങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതോടെ ജനിതക ശാസ്ത്രപിതാവായിട്ട് ഗ്രിഗർ മെന്റൽ അറിയപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് 1784 അതുവരെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കണ്ടെത്തലുകളൊന്നും ആരും എന്ത് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്തില്ല, റിജക്ട് ചെയ്തു. പക്ഷെ 1900 പിന്നീട് മറ്റുള്ള കുറെ സയൻറ്റിസ്റ്റുകൾ ഇതിനെ കുറിച്ചിട്ട് കുറെ പഠനങ്ങൾ നടത്തുകയും അങ്ങനെയാണ് അവർ എല്ലാവരും കൂടിയിട്ട് മനസ്സിലാക്കുന്നത് ഇതിൻ്റെയൊക്കെ പിതാവ് എന്ന് പറയപ്പെടുന്നത് ഗ്രിഗർ ജോൺ മെന്റലാണ്. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഇന്ന് കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്. സോ നമ്മുടെ മെയിൻ ടോപ്പിക്ക് വരുന്നത് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. യെസ്, അപ്പോൾ മെന്റല് നമ്മൾ പറഞ്ഞു 7 വർഷക്കാലമാണ് മെന്റലിന്റെ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അദ്ദേഹം 7 ക്യാരക്ടേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞില്ലേ. എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന പ്രത്യേകതകൾ? ചെടിയുടെ ഉയരം, പിന്നെ ഫ്ലവറിന്റെ പൊസിഷൻ, എവിടെയാണ് ഫ്ലവർ ഇരിക്കുന്നത്, സീഡിന്റെ വിത്തിന്റെ ഷേപ്പ്, അതുപോലെ തന്നെ സീഡിന്റെ ഒരു കോട്ട് ഉണ്ടാവുമല്ലോ, ഒരു കവറിങ് ഉണ്ടാവുമല്ലോ, അതിന്റെ കളറ്, പിന്നെ ഇതിന്റെ ബീജാനത്തിന്റെ കളർ ഓഫ് കോട്ടിലിടൻ, അതായത് ഇപ്പൊ നമ്മുടെ ഈ സീഡുകളിൽ ഇരിക്കുന്ന ചിലപ്പോൾ ഒരു പോഡിനുള്ളിലായിരിക്കുമല്ലോ, അതിന്റെ സീൽ പോഡ് എന്ന് പറയാം, സീൽ പോഡിന്റെ കളറ്, അതുപോലെ തന്നെ ആ ഫ്രൂട്ടിന്റെ കളറ്, ഷേപ്പ് ഓഫ് ഫ്രൂട്ട്. ഇത്രയും കാര്യങ്ങളാണ്, 7 കാര്യങ്ങളാണ് അദ്ദേഹം 7 ക്യാരക്ടേഴ്സാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ നോക്കിക്കുക, ഉയരം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് അതിന് 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഉയരം കൂടിയതും കുറഞ്ഞതും. മനസ്സിലായോ? ഇനി ഫ്ലവറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആക്സിയൽ ആയിട്ടുള്ള ഭാഗത്തും, അതായത് ആക്സിയൽ എന്ന് പറയുന്നത് വശങ്ങളിൽ, സൈഡുകളിലും, അല്ലെങ്കിൽ ടെർമിനൽ, അതിന്റെ സൂര്യകാന്തി കണ്ടിട്ടില്ല, സൂര്യകാന്തിയുടെ പൂ എന്ന് പറയുന്നത് അതിന്റെ സെൻട്രലായിരിക്കും, അതായത് ഏറ്റവും വന്നിട്ട് സെൻട്രലായിരിക്കും വന്നത്. ചിലതിന്റെ പൂ വന്നിട്ട് സൈഡിലായിരിക്കും പൂവുണ്ടാവുന്നത്. ഓക്കെ, പിന്നെ സീഡിന്റെ ഷേപ്പ് റൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചുളുങ്ങിയിട്ടുള്ളതായിരിക്കാം. പിന്നെ ആ സീഡ് കോട്ട് ഗ്രേ ആയിരിക്കാം, വൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ സീഡ് പോഡ് എന്ന് പറയുന്നത് യെല്ലോ ആയിരിക്കാം, ഗ്രീൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ടിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആയിരിക്കാം, യെല്ലോ ആയിരിക്കാം. ഓക്കെ, ഷേപ്പ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത് വീർത്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചുളുങ്ങിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കോൺട്രാസ്റ്റിംഗ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയിരുന്നത്. അപ്പോൾ 7 കാര്യങ്ങൾ മനസ്സിലായല്ലോ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കി വെക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മെന്റലിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റുകളെ കുറിച്ചിട്ടാണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മോണോ ഹൈബ്രിഡ്, മോണോ എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അർത്ഥം വരുന്നത്, ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം വരുന്നത്. അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒരു സ്വഭാവത്തിന്റെ ജോഡി വിപരീത ഗുണങ്ങൾ പരിഗണിച്ചിട്ടുള്ള വർഗ്ഗസങ്കലനമാണ്. ഒരു സ്വഭാവം ഇവിടെ എന്തെടുക്കുന്നത്, ഒരു സ്വഭാവം മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ മോണോ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. 2 സ്വഭാവം എടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഡൈ ഹൈബ്രിഡ്. അതായത് നമ്മൾ ഉയരം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് മോണോ എന്ന് പറയും. അതല്ല നമ്മൾ ഉയരവും അതുപോലെ തന്നെ പ്ലാന്റിന്റെ പൊസിഷനും അങ്ങനെ 2 കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്വഭാവത്തിന്റെ ജോഡി വിപരീത ഗുണങ്ങൾ പരിഗണിച്ചിട്ടുള്ള വർഗ്ഗസങ്കലനത്തിനാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ ബൈ കൺസിഡറിങ് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വിപരീതമായിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത്, ഉരുണ്ടത് ചുളുങ്ങിയത് വിത്തുകൾ, ഉരുണ്ട വിത്തുകൾ, ചുളുങ്ങിയ വിത്തുകൾ. ഓക്കെ, ഡൈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ, അതായത് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും, അതൊരു ഒരെണ്ണം, ഒരു പേര്. രണ്ടാമത്തെ അപ്പോൾ ചുളുങ്ങിയ വിത്തുള്ളത്, അതുപോലെ തന്നെ ഉരുണ്ട വിത്തുള്ളത്. മനസ്സിലായി? അങ്ങനെ എടുക്കുന്നതിന് നമ്മൾ ഡൈ ഹൈബ്രിഡ് ഗ്രോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്. അപ്പോൾ മെന്റൽ എക്സ്പെരിമെന്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വലിയ ചെടി, ഇതാ ഒരു ടോൾ പ്ലാന്റ്. അപ്പോൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് നല്ല ഉയരം കൂടിയിട്ടുള്ള ഒരു ചെടിയുണ്ട്, നമ്മളൊരു ഉയരം കുറഞ്ഞ ചെടിയുണ്ട്. ഈ 2 ചെടികളെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ നമുക്ക് ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി എന്ന് പറയാം, ട്രൂ ബ്രീഡിംഗ് എന്ന് പറയാം. ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള അലീലുകളാണ് ടി. ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടി. ഇത് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി. ഇതിന് 2ഉം ക്യാപിറ്റൽ ആണ് അല്ലെങ്കിൽ 2ഉം സ്മോൾ ആണെങ്കിൽ അതിനാണ് നമ്മൾ ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ട്രൂ ബ്രീഡിംഗ് ആണ്. അപ്പോൾ 2ഉം ട്രൂ ബ്രീഡിംഗ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഉയരമാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന ട്രേറ്റ്, മെയിൻ ആയിട്ടുള്ള ഉയരം കൂടിയിട്ടുള്ള ഒരു ക്യാരക്ടർ എടുക്കുന്നത് ഉയരം കൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഈ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ ഏതാണ്? ഉയരമായിട്ട് എടുക്കുന്ന സമയത്ത് ഉയരം കൂടിയതും കുറഞ്ഞതും. ഇതാണ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്, വിപരീത ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഉയരം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ ഏതാ? ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ മാതൃസസ്യങ്ങൾ എന്ന് പറയുന്നത്. മാതൃസസ്യങ്ങൾ കേട്ടോ, പാരന്റൽ പ്ലാന്റ്സ്. ഓക്കെ, ഈ പാരന്റൽ പ്ലാന്റിന്റെ പ്രത്യേകത എന്താണ്? ഇവരെല്ലാം തന്നെ ട്രൂ ബ്രീഡിംഗ് ആണ്. അപ്പോൾ ഒരു കാര്യം ഇതിന്റെ കൂടെ മനസ്സിലാക്കി വയ്ക്കാം. നമുക്ക് ഒരു ചെടി ടോളാണെങ്കിൽ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ക്യാപിറ്റൽ ടി, അത് ടോളാണ്. ഇങ്ങനെയാണെങ്കിൽ ഡ്വാർഫ, ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഡ്വാർഫ്. ടോളാവാൻ ഇങ്ങനെ ടോളാവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത് ടോൾ തന്നെയാണ്, സ്മോൾ ടി ക്യാപിറ്റൽ ടി ഇത് ടോൾ തന്നെയാണ്. ഈ 3 അവസ്ഥകളിലും ടോളാണ്. പക്ഷെ ഈ സ്മോൾ ടി ആണെങ്കിൽ മാത്രമാണ് ഡ്വാർഫ് അല്ലെങ്കിൽ ഉയരം കുറഞ്ഞത്. ഓക്കെ, യെസ്. ഇവിടെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടി ടോളാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോളാണ്, സ്മോൾ ടി ക്യാപിറ്റൽ ടി ടോളാണ്. പക്ഷെ ഇതിങ്ങനെ എഴുതാറില്ല, ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെയാണ് എഴുതാറ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാറില്ല, ഇങ്ങനെ തന്നെയാണ് എഴുതാറ്, മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഒരു കണ്ടീഷനിൽ മാത്രമേ ഡ്വാർഫ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പുതിയ ചെടി ഉണ്ടാകുന്ന സമയത്ത്, ഒരു ഹൈബ്രിഡൈസേഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൽ ഉണ്ടാകുന്ന ചെടികൾ? അപ്പോൾ ഞാനൊന്ന് ബ്രീഫായിട്ട് അതിന് പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മെറ്റീരിയൽ നോക്കാം. നോക്കിയേ, ഇത് ട്രൂ ബ്രീഡിംഗ് വെറൈറ്റിയാണ്, ഇതും ട്രൂ ബ്രീഡിംഗ് വെറൈറ്റിയാണ്. ഇത് ട്രൂ ബ്രീഡിംഗ് ടോളാണ്, ഇത് ട്രൂ ബ്രീഡിംഗ് ഡ്വാർഫാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഇതിൽ നിന്നും ഓരോ സവിശേഷതകൾ, അതായത് ഉണ്ടായിട്ടുള്ള ചെടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അടുത്തത് ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചെടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, ടോളാണ്. ഇതിൽ നിന്നും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇതിൽ നിന്നും ഇവിടെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അതായത് ഉണ്ടായ ചെടികളെല്ലാം തന്നെ ടോളാണ്. ഇത് ടോളല്ലേ? യെസ്, ഇത് ടോളല്ലേ? ഡ്വാർഫ് ആണെങ്കിൽ എങ്ങനെ വരണം? രണ്ടും ഇങ്ങനെ വരണം. ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. എത്ര ചെടികൾ എടുത്തു കഴിഞ്ഞാലും എല്ലാം എന്തിനേയും ടോളായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കൊന്നും പറയാം. യെസ്, അപ്പൊ നോക്കിക്കേ, ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും തമ്മിൽ ഇത് ട്രൂ ബ്രീഡിംഗ് ആണെന്ന് പറഞ്ഞു. ട്രൂ ബ്രീഡിംഗ് ആണ്, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതിനാണ് ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എടുത്ത എല്ലാ ചെടികളും എന്തായിരുന്നു? എല്ലാ ചെടികളും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം കൂടിയ ചെടികളായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ, നമ്മൾ വിചാരിക്കുന്നത് ഒരു ഉയരം കൂടിയിട്ടുള്ള ഒരു ചെടി, ഒരു ഉയരം കുറഞ്ഞ ചെടി, ഉണ്ടാവുന്ന ചെടി ഡെഫിനറ്റ്ലി ഒരു മീഡിയം സൈസിലെ ചെടിയായിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കാം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഒരു ഉയരം കൂടിയിട്ടുള്ള ഒരു ചെടിയും ഒരു ഉയരം കുറഞ്ഞ ചെടിയും തമ്മിൽ വർഗ്ഗസങ്കലനം നടത്തിയ സമയത്ത്, ഹൈബ്രിഡൈസേഷൻ നടത്തിയ സമയത്ത് ഒരു ടോൾ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ജനറേഷൻ. ഫിലിയൽ 1 എന്ന് പറയും, ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയും. അതാണ് ഇവിടെ F1 എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. F1 കിട്ടിയതെല്ലാം തന്നെ ടോൾ പ്ലാന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് പറയാം F1 എല്ലാം എന്തായിരുന്നു? ടോൾ പ്ലാന്റുകളായിരുന്നു, എല്ലാം ഉയരം കൂടിയിട്ടുള്ള ചെടികളായിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിക്കേ, when plants that differ in a pair of contrasting traits are hybridized, അതായത് രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള രണ്ട് ചെടികൾ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണത്തിന് വിധേയമാക്കിയ സമയത്ത് only one trait is expressed, ഒരു ട്രേറ്റ് മാത്രമേ എക്സ്പ്രസ് ചെയ്തുള്ളൂ. ദാറ്റ് ഈസ് ടോൾ, ഉയരം കൂടിയത് മാത്രമല്ലേ കണ്ടുള്ളൂ, ഉയരം കുറഞ്ഞത് കണ്ടില്ലല്ലോ. while the other remains hidden, ഉയരം കുറഞ്ഞത് ഹിഡൻ ആയിട്ട് മറഞ്ഞിരുന്നു അല്ലെ. ഇൻ ദ ഓഫ്സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ, അതായത് ചെടികളുടെ പുതിയ ചെടികൾ ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ. അതായത് ഇത്രയേ ഉള്ളൂ, രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള രണ്ട് ചെടികളുടെ ട്രേറ്റുകൾ തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ നടത്തിയ സമയത്ത് നമുക്ക് കിട്ടിയത് ഒരു ടോൾ പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഡ്വാർഫ് പ്ലാന്റിന്റെ, ഉയരം കുറഞ്ഞ ചെടിയുടെ പ്രത്യേകതകൾ അവിടെ മറഞ്ഞിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഏത് ട്രേറ്റ് ആണോ അവിടെ കാണിച്ചത് അതിന് പറയുന്നതാണ് ഡോമിനന്റ് ട്രേറ്റ്, ഉയരം കൂടിയത്. ഏത് ട്രേറ്റ് ആണോ അവിടെ മറഞ്ഞിരുന്നത് അതിന് പറയുന്നതാണ് റെസസീവ് ട്രേറ്റ്. മനസ്സിലായോ? ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയുന്നത് ഏത് ട്രേറ്റ് ആണ് അവിടെ കാണിച്ചത് എന്നുള്ളതാണ് ഡോമിനന്റ് ട്രേറ്റ്. ഏതാണ് മറഞ്ഞിരുന്നത് അതിന് പറയുന്നതാണ് റെസസീവ് ട്രേറ്റ് അല്ലെങ്കിൽ ഗുപ്തഗുണം. പ്രകടഗുണവും ഗുപ്തഗുണവും. ഇതാണ് നമ്മൾ പ്രകടഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പ്രകടമാകുന്ന ഗുണത്തെ പ്രകടഗുണമെന്നും മറഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗുപ്തഗുണം എന്നും പറയുന്നു. യെസ്, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇതാ ഒന്നാമത്തെ തലമുറയിൽ നോക്കിക്കേ, ഒന്നാം തലമുറയിൽ ഒരു ഗുണം മാത്രം പ്രകടമാകുന്നു, അതാണ് ഡോമിനന്റ് ട്രേറ്റ്. ഒരെണ്ണം അവിടെ മറഞ്ഞിരുന്നു, അതിനാണ് റെസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഉയരം കുറഞ്ഞ, അതായത് ഡ്വാർഫിന്റെ ഗുണം, ഗുപ്തഗുണം, ഈ ടി അവിടെ പോയി. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടും കൂടി ചേർന്ന സമയത്ത് കിട്ടിയതെല്ലാം തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി
ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, എല്ലാം തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗുപ്ത ഗുണം കണ്ടെത്താൻ വേണ്ടിയിട്ട് F1 തലമുറയുടെ സ്വപരാഗണം സെൽഫ് പോളിനേഷൻ നടത്തി. അതായത് ഞാൻ എന്താ ഒന്ന് ഗ്രാഫ് പോലെ വരച്ചില്ല. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. നമുക്ക് ആദ്യം ഇതാ നമ്മൾ ആദ്യം ചെയ്തതെന്തായിരുന്നു? ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി എടുത്തു, ട്രൂ ബ്രീഡിംഗ് ഡ്വാർഫ് വെറൈറ്റി എടുത്തു. ഇതും കൂടി ചേർന്നപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതുമാണ് കൂടി ചേർന്നതെങ്കിലും ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതുമാണ് കൂടി ചേർന്നതെങ്കിലും ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതുമാണ് കൂടി ചേർന്നതെങ്കിലും ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഉണ്ടായതെല്ലാം തന്നെ ഉയരം കൂടിയിട്ടുള്ള ചെടികളായിരുന്നു. അപ്പോൾ ഉയരം കുറഞ്ഞ ചെടികളുടെ പ്രത്യേകതകൾ ഇവിടെ പോയി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഏത് ജനറേഷൻ എന്ന് പറയുന്നത്? F1 ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ F1 ജനറേഷനിലെ പ്ലാന്റിനെ എടുത്തിട്ട് നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളായതുകൊണ്ട് ഇതിനെ പറയുന്നതാണ് ഹൈബ്രിഡൈസേഷൻ, വർഗ്ഗസംകരണം, ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ എടുക്കുന്നത്? സെൽഫ് പോളിനേഷൻ ആണ് നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സെൽഫ് പോളിനേഷൻ. ഓക്കെ, സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറയാം. നമ്മൾ എടുക്കുന്നത് ആദ്യത്തെ തലമുറയിലുണ്ടായ ഓഫ്സ്പ്രിങ്ങുകളുണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ, ചെടികൾ, അതിനെടുത്തു നോക്കിക്കേ. എന്നിട്ട് സ്മോൾ ടി ക്യാപിറ്റൽ ടി എങ്ങനെയുണ്ടായി? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അടുത്തതോ ഇതും സ്മോൾ ടി. ഓക്കെ, അടുത്തതോ ക്യാപിറ്റൽ ടി. കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ. ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മളിത് കണക്ട് ചെയ്ത് വന്ന സമയത്ത് വി കുഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ്. എന്തായാലും മനസ്സിലായത്? ക്യാപിറ്റൽ ടി ഡെഫിനറ്റ്ലി എന്താണ്? നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടി ടോൾ ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്നല്ലോ ടോൾ ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ ആണ്. ഇതെല്ലാം ടോളാണ്. ഓക്കെ, എന്ത് മാത്രമാണ് ഡ്വാർഫ്? ഒരെണ്ണം മാത്രം, സ്മോൾ ടി ആണ് ഡ്വാർഫ് എന്ന് പറയുന്നത്. അതായത് 3 ടോളും കിട്ടി, ഒരു ഡ്വാർഫും കിട്ടി. ഏത് തലമുറയിൽ? രണ്ടാമത്തെ ഫിലിയൽ 2 അല്ലെങ്കിൽ F2 ജനറേഷനിൽ. മനസ്സിലായോ? ഒന്നുകൂടി പറയാം, ബ്രീഫായിട്ട് പറയാം. F1 ജനറേഷനിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ആണ് നടത്തിയിട്ടുള്ളത്. ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി ക്യാപിറ്റൽ ടി, ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ഡ്വാർഫ് സ്മോൾ ടി. ഇത് തമ്മിൽ നമ്മൾ വർഗ്ഗസംകരണം നടത്തിയ സമയത്ത്, ഹൈബ്രിഡൈസേഷൻ നടത്തിയ സമയത്ത് നമുക്ക് കിട്ടിയതെല്ലാം തന്നെ ടോൾ പ്ലാന്റുകളായിരുന്നു. പക്ഷേ ഡ്വാർഫ് പ്ലാന്റിന്റെ പ്രത്യേകതകളോടെ മറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവിടെ ഗുപ്ത ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പറയുന്നതിന് റെസസീവ് റേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ തലമുറയിലുള്ള 1ാം തലമുറയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ടോൾ പ്ലാന്റുകളും എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന സെൽഫ് പോളിനേഷൻ നടത്തിയ സമയത്ത് നമുക്ക് 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതും കിട്ടി. ഇതിനെ പറയുന്നതാണ് 3:1 റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇവിടെ പറയാം. യെസ്, അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ പറഞ്ഞു ഇത് ട്രൂ ബ്രീഡിംഗ് അല്ലേ? ക്യാപിറ്റൽ ടി ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ഉയരം കൂടിയിട്ടുള്ള ചെടിയാണ്, ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ഉയരം കുറഞ്ഞ ചെടിയാണ്. രണ്ടും കൂടിയിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തിയ സമയത്ത് ഉണ്ടായതെല്ലാം തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉയരം കൂടിയിട്ടുള്ള ചെടിയായിരുന്നു. അതിൽ നമ്മൾ ഈ F1 ജനറേഷനിൽ കിട്ടിയിട്ടുള്ള ചെടിയിൽ നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തി, അല്ലെങ്കിൽ സ്വപരാഗണം നടത്തിയ സമയത്ത് നമുക്ക് ഉയരം കൂടിയതും കിട്ടി, ഉയരം കുറഞ്ഞതും കിട്ടി. ഉയരം കൂടിയത് എത്ര കിട്ടി? 3 എണ്ണത്തിന് കിട്ടി. ഉയരം കുറഞ്ഞതിന് 1 എണ്ണത്തിന് കിട്ടി. മനസ്സിലായോ? യെസ്, ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്. അടുത്തത് ഇതിന്റെ റേഷ്യോ ആണ് 3:1 കേട്ടോ. അപ്പൊ ഏതൊക്കെ ചെടികളെ കിട്ടിയെന്ന് പറഞ്ഞാൽ ടോള് കിട്ടി. എങ്ങനെയൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടി കിട്ടി ഒരെണ്ണം ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി, ഒരെണ്ണം സ്മോൾ ടി ക്യാപിറ്റൽ ടി. പക്ഷെ അങ്ങനെ എഴുതാറില്ല. നമ്മൾ എങ്ങനെയാണ് അതിനെ എഴുതുന്നത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ എഴുതണം കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇത് സ്മോൾ ടി. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് 3:1 എന്ന് പറയുന്ന റേഷ്യോ കിട്ടിയിട്ടില്ല F2 ജനറേഷനിൽ കേട്ടോ. സെൽഫ് പോളിനേഷൻ നടത്തിയ സമയത്ത് 1ാം തലമുറയിലെ ചെടികളെ സ്വപരാഗണം നടത്തിയ സമയത്ത് നമുക്ക് 2ാം തലമുറയിൽ 3:1 എന്നുള്ള റേഷ്യോയിൽ കിട്ടിയല്ലോ. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിക്കേ, ഹൈബ്രിഡൈസേഷൻ ഫസ്റ്റ് ചെയ്തു വന്നു. ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ഉയരം കൂടിയിട്ടുള്ള ക്യാപിറ്റൽ ടി, ഉയരം കുറഞ്ഞിട്ടുള്ള ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള സ്മോൾ ടി. രണ്ടും തമ്മിൽ ഓരോന്നും എടുത്ത സമയത്ത് രണ്ടും തമ്മിൽ കിട്ടിയിട്ടുള്ളത് എന്താണെന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉയരം കൂടിയിട്ടുള്ളതാണ്, ടോളാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ടോൾ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്തു? ആ കിട്ടിയിട്ടുള്ള ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടല്ലോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതിന് നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തിയ സമയത്ത് നമുക്ക് കിട്ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ നമുക്ക് പറയാം ഇതാണ് 3:1 എന്ന് പറയുന്ന റേഷ്യോ ആണ് ഇതിന്റെ അനുപാതം വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ,
സോ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ മാത്രം പരിഗണിച്ച് വർഗ്ഗസങ്കരണം നടത്തുമ്പോൾ രണ്ടാം തലമുറയിൽ അതായത് F2 വരുന്ന അനുപാതം എന്ന് പറയുന്നത് 3:1 ആണ്. ഓക്കെ, the 3:1 ratio could be rewritten as, ഇതിന് നമുക്ക് 1:2:1 എഴുതാം. അതെന്തുകൊണ്ട് അങ്ങനെ എഴുതിയിട്ടില്ലേ നോക്കിക്കേ. ഇവിടെ ഇതേപോലെ തന്നെ ക്യാപിറ്റൽ ടി എത്ര ഉണ്ട്? ഒരെണ്ണം. ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി എത്ര ഉണ്ട്? അത് 2 ഉണ്ട്. സോ 1:2. ഇനിയോ സ്മോൾ ടി എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. സോ 1:2:1. എങ്ങനെയും എഴുതാം. മനസ്സിലായല്ലോ? ഒന്നുകിൽ 3:1 എഴുതാം പൊതുവായിട്ട് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എങ്ങനെ പറയാം? 1:2:1 എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് ജീനിന്റെ അലീലുകളാണ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ട്. അവയാണ് അലീലുകൾ. സാധാരണയായി ഒരു ജീനിന് 2 അലീലുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ അലീലുകളാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. നമ്മൾ പറഞ്ഞതിൽ എത്ര നേരം അതിന് പറയുന്ന പേരാണ് അലീലുകൾ. ഓക്കെ, അപ്പൊ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്ന? പ്രകട ഗുണത്തെയാണ് കാണിക്കുന്നത്. സ്മോൾ ടി എന്ന് പറയുന്നത് ഗുപ്ത ഗുണത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, റെസസീവ് ട്രേറ്റും അതുപോലെ തന്നെ പ്രകടമായിട്ടുള്ളതാണെങ്കിൽ ഡോമിനന്റ് ട്രേറ്റും ഇടാം. ഓക്കെ, നമ്മൾ പറഞ്ഞു സാധാരണയായിട്ട് ഒരു ജീനിന് 2 അലീലുകളാണ് ഉണ്ടാവുക. പ്രകടമാകുന്ന അലീലുകൾക്കനുസരിച്ചിട്ട് ജീവിയിൽ പ്രകടമാകുന്ന സ്വഭാവ രൂപത്തെ ഫീനോടൈപ്പ് എന്നും അതിന് കാരണമായിട്ടുള്ള ജനിതഘടനയെ ജീനോടൈപ്പ് എന്നും പറയുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ടി ഉണ്ടായി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി, സ്മോൾ ടി ഉണ്ടായി. ഓക്കെ, നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഈ 3 ടോളാണ്, ആ ഒരെണ്ണം ഡ്വാർഫാണ്. ദാറ്റ് ഈസ് 3:1 എന്നുള്ള റേഷ്യോ. ഓക്കെ, പക്ഷെ ശരിക്കും അതിന്റെ ജനിതകപരമായിട്ട് നോക്കുന്ന സമയത്ത് ഇതിന് പറയുന്നത് ഫീനോടൈപ്പ് കേട്ടോ. 3:1 എന്ന് പറഞ്ഞാൽ ഫീനോടൈപ്പിക് റേഷ്യോ ആണ് പ്രകടമാകുന്നത്, ഫീനോടൈപ്പിക് റേഷ്യോ. ഓക്കെ, ഡോമിനന്റ് റേറ്റ്. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താണോ അതാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റൽ ടി ഇത് എത്ര ഉണ്ട്? ഒരെണ്ണം. ക്യാപിറ്റൽ ടി സ്മോൾ ടി അത് എത്ര ഉണ്ട്? ഇതാ 2 ഉണ്ട്. സോ 2:2. ഇത് എത്ര ഉണ്ട്? ഒരെണ്ണം. സോ 1:2:1. ഇത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മൾ രണ്ടാം തലമുറ എടുത്ത സമയത്ത് അതിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, യെസ്. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ പാരന്റൽ പ്ലാന്റ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ എടുത്തു. അതിനെ ചെയ്തത് എന്തായിരുന്നു? ഹൈബ്രിഡൈസേഷൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വർഗ്ഗസങ്കരണമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കിട്ടിയിട്ടുള്ള 1ാം തലമുറയിൽ F1 അതായത് ഫീലിയൽ 1 ജനറേഷൻ 1 എന്നൊക്കെ പറയാം. അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു. അതിന് നമ്മൾ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണം നടത്തിയ സമയത്ത് നമുക്ക് 3 ടോൾ പ്ലാന്റ് കിട്ടി. അതാണ് നമ്മൾ കണ്ടത്. ആ കണ്ടതിന് നമ്മൾ പറയുന്നത് ഫീനോടൈപ്പിക് റേഷ്യോ. ഫീനോടൈപ്പിക് റേഷ്യോ എന്താണ്? 3:1 ആണ്. പക്ഷെ അതിന്റെ ജീനുകൾ നമ്മൾ നോക്കിയ സമയത്ത് അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുകളല്ലേ, അലീലുകളല്ലേ ഉണ്ടായിരുന്നത്. സോ 1:2:1 എന്നുള്ള റേഷ്യോ ആയിരുന്നു. ഇത് നമ്മൾ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതേപോലെ തന്നെ നമ്മൾ പൂക്കളുടെ സ്ഥാനം അല്ലെങ്കിൽ വിത്തിന്റെ ആകൃതി എന്ത് നോക്കിയ സമയത്തും അതിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരുന്നു. അതിന്റെ നമ്മുടെ സെക്കൻഡ് ജനറേഷനിൽ F2 എന്ന് പറഞ്ഞാൽ ഫിലിയൽ 2 എന്നുള്ളതാണ്. അതിൽ വന്നതെല്ലാം തന്നെ 3:1 ആയിരുന്നു. ഏത് റേഷ്യോ? ഫീനോടൈപ്പിക് റേഷ്യോ. അതിന്റെ ജീനോടൈപ്പിക് റേഷ്യോ ആയിരിക്കും 1:2:1 തന്നെയായിരുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞ 7 ഗുണങ്ങളെ അല്ലെങ്കിൽ 7 ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണല്ലോ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 7 ക്യാരക്ടേഴ്സ് വെച്ചിട്ട് പരീക്ഷണങ്ങൾ നടത്തിയ സമയത്തും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് സെയിം റേഷ്യോസ് തന്നെയായിരുന്നു. മനസ്സിലായല്ലോ? സോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചത്. നമ്മൾ പറഞ്ഞതൊന്ന് സംഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ പറയാം. അപ്പോൾ ഒരു ജീവിയിലെ പ്രത്യേകതകൾ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങളാണ്. ഒരെണ്ണം അമ്മയിൽ നിന്നും ഒരെണ്ണം അച്ഛനിൽ നിന്നും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ 2 പാരന്റിൽ നിന്നാണ് ഗുണഗണങ്ങളൊക്കെ കിട്ടുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഫസ്റ്റ് ജനറേഷൻ നോക്കിയ സമയത്ത് ഒരു ഗുണം മാത്രമേ പ്രകടമായുള്ളൂ, ഒരു ഗുണം എന്തായി മറഞ്ഞിരുന്നു. സെക്കൻഡ് ജനറേഷൻ എടുത്ത സമയത്ത് അതിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 അതുപോലെ തന്നെ ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1. ഇത്രയാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോഹാൻ മെൻഡലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത ഒരു ഭാഗം കൂടിയുണ്ട്, അതുകൂടി നമുക്ക് കവർ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.